പത്തനംതിട്ടയിൽ ഇന്നലെ പകലും രാത്രിയും മഴ മാറിയതോടെ റാന്നി മേഖലയിൽ വെള്ളം പൂർണ്ണമായി ഇറങ്ങി. എന്നാൽ ഇന്ന് രാവിലെ മുതൽ മഴ വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. പമ്പ, അച്ചൻകോവിൽ, മണിമല നദികളിൽ ജലനിരപ്പ് താഴുകയാണ്. മൂഴിയാർ ഡാമിന്റെ തുറന്നിരുന്ന ഷട്ടർ അടച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി ഇന്ന് പത്തനംതിട്ട ജില്ലയിൽ പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കും. റാന്നിയിൽ നിന്നാണ് ഗോകുൽ രമേശ് ചേരുന്നത്. ഗോകുൽ, ഈ പ്രളയക്കെടുതി ഏറ്റവും രൂക്ഷമായി നിൽക്കുന്ന ജില്ലയാണ്. പ്രത്യേകിച്ച് പമ്പ, അതോടൊപ്പം തന്നെ അച്ചൻകോവിൽ, മണിമല, ഈ നദികളിൽ ജലനിരപ്പ് ഉയരുകയും അത് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ പ്രത്യേകിച്ച് ഗോകുൽ നിൽക്കുന്ന റാന്നി പോലെയുള്ള നഗരങ്ങളിൽ രൂപപ്പെടുത്തുകയും ചെയ്തു. ഇപ്പോഴെന്താണ് ജില്ലയിലെ അവസ്ഥ? മഴ പെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ അവിടെ. ഗൗതം, അതായത് ഇന്നലെ പകലും ഒപ്പം ഇന്നലെ രാത്രിയും മഴ മാറി നിന്നു. അത് വലിയ ആശ്വാസവും വലിയ ആശങ്ക മാറ്റുന്നൊരു സാഹചര്യവുമായിരുന്നു. പ്രത്യേകിച്ച് അത്രയും സമയം മഴ മാറി നിന്നതുകൊണ്ട് തന്നെ റാന്നി മേഖലയിൽ ഉണ്ടായിരുന്ന വലിയ വെള്ളക്കെട്ട് പൂർണ്ണമായിട്ടും ഒഴിവായി മാറി. നമ്മളിപ്പോൾ നിൽക്കുന്നത്, അതായത് കഴിഞ്ഞ ദിവസം ഉണ്ടായ ആ വലിയ വെള്ളക്കെട്ട്, അതായത് പത്തനംതിട്ട ജില്ലയിൽ ആദ്യമുണ്ടായ ആ വലിയ വെള്ളക്കെട്ടുണ്ടായ അതേ റോഡിലാണ്. ഇപ്പോൾ ഇവിടുത്തെ സ്ഥിതിവിശേഷം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ വെള്ളം പൂർണ്ണമായിട്ടും മാറി ഗതാഗതമൊക്കെ വീണ്ടും പുനഃസ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. നമ്മൾ ഈ നിൽക്കുന്ന ഭാഗത്ത് നിന്ന് മുതൽ അങ്ങോട്ടേക്ക് ദീർഘദൂരം വെള്ളം കയറി കിടന്നിരുന്ന ഒരു സാഹചര്യമായിരുന്നു. ഈ സമീപത്തുള്ള കടകളിലും വീടുകളിലും എല്ലാം വെള്ളം കയറി ഉള്ള ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും അതിനൊക്കെ ഒരു മോചനമായിരിക്കുകയാണ്. കടകളിൽ നിന്നും വീടുകളിൽ നിന്നുമൊക്കെ വെള്ളം ഒഴിഞ്ഞു പോയിരിക്കുകയാണ്. പമ്പാ നദിയിൽ ജലനിരപ്പ് താഴ്ന്നത് കൊണ്ട് തന്നെ ഈ രീതിയിൽ ഇവർക്കൊക്കെ വലിയൊരു ആശ്വാസമായിരിക്കുകയാണ്. എന്തായാലും അവരോട് തന്നെ കൂടുതൽ ചേട്ടാ, കഴിഞ്ഞ ദിവസമൊക്കെ ഇവിടെ ഭയങ്കര വെള്ളമായിരുന്നു. എല്ലാം എന്നാ ഇറങ്ങിപ്പോൾ? ഇന്നലെ അത് അന്നേരം തന്നെ കുറച്ച് അങ്ങ് ഇറങ്ങാൻ തുടങ്ങി വെള്ളം. അതെ, കടകളിലെല്ലാം വെള്ളം കയറി. ഞങ്ങളുടെ കടലിലൊക്കെ ഒരാൾ പൊക്കം വെള്ളം ഉണ്ടായിരുന്നു. സാധനങ്ങളൊക്കെ നശിച്ചു പോയിട്ട് ഞങ്ങൾക്ക് സാധനം പഴവർഗ്ഗങ്ങളാണ് മൊത്തം പോയി. പോയി. പിന്നെ കുറച്ചൊക്കെ ഞങ്ങൾ വാരി മാറ്റി. എല്ലാം വാരി മാറ്റിയില്ല. ഒത്തിരി രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് നല്ലപോലെ നഷ്ടം ഉണ്ടായിരുന്നു. ഓണമൊക്കെ കണക്കാക്കി എടുത്തു വെച്ച സാധനങ്ങളൊക്കെ ആണോ? ഇത് അങ്ങനെയല്ല. ഇത് നമുക്ക് അന്നുള്ള ബ്രൂട്ട് ഐറ്റങ്ങൾ അങ്ങനെ മുമ്പേ കണക്കൂട്ടി എടുത്തു വയ്ക്കാൻ ഒക്കത്തില്ല. എന്നാൽ ഞങ്ങൾക്ക് 3-4 ത്രാസൊക്കെ പോയി. എല്ലാം ഭയങ്കര ഇതൊക്കെ ഉണ്ട്. വീട്ടിലൊക്കെ വെള്ളം കയറി? ഞങ്ങളുടെ താമസിക്കുന്ന വീട്ടിൽ വെള്ളം കയറിയില്ല. എന്തായാലും ഈ ഭാഗങ്ങളിലുള്ള വീടുകളിലും കടകളിലും ഒക്കെ വെള്ളം കയറിയിട്ടുണ്ട്. അവർക്ക് ഈ സാധന സാമഗ്രികളൊക്കെ നശിച്ചു പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ഈ കടയുടെയൊക്കെ ദൃശ്യങ്ങൾ കാണിച്ചിരുന്നതാണ്. ഇവിടുത്തെ ഈ പഴക്കടയാണ്. ഈ പഴവർഗ്ഗങ്ങളൊക്കെ വെള്ളത്തിൽ ഒലിച്ചു പോകുന്നതും ഈ കട ഇതിൻ്റെ ഷീറ്റിൻ്റെ പൊക്കത്തിൽ കഴിഞ്ഞ ദിവസം വെള്ളം ഉണ്ടായിരുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നതാണ്. എന്തായാലും അതിലൊക്കെ വലിയ ആശ്വാസം ഉണ്ടായിരിക്കുകയാണ്. പക്ഷേ ചെറിയ ആശങ്ക ജനിപ്പിക്കുന്ന രീതിയിൽ ഇപ്പോൾ വീണ്ടും റാന്നിയിൽ മഴ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അല്പസമയം മുമ്പ് മുതലാണ്, ഏകദേശം ഒരു മണിക്കൂർ മുമ്പ് മുതലാണ് വലിയ മഴ വീണ്ടും റാന്നിയിൽ ആരംഭിച്ചിരിക്കുന്നത്. ഇനി ഈ മഴ ഇങ്ങനെ തുടരുകയാണെങ്കിൽ അത് ആശങ്ക ഉണ്ടാക്കും. അല്ല, പെട്ടെന്ന് തന്നെ മാറുകയാണെങ്കിൽ വലിയ മോശമാകില്ല എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും മഴ പെട്ടെന്ന് മാറട്ടെ എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇനിയൊരു വലിയ വെള്ളപ്പൊക്കം കൂടി ഉണ്ടാവുകയാണെങ്കിൽ അത് വലിയൊരു തീരാനഷ്ടത്തിലേക്ക് തന്നെ കാര്യങ്ങളെ എത്തിക്കും. എന്തായാലും പമ്പ, അച്ചൻകോവിൽ, മണിമലയാർ തുടങ്ങിയിട്ടുള്ള പ്രധാന നദികളിലൊക്കെ ജലനിരപ്പ് ക്രമാതീതമായിട്ട് താഴ്ന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ആശ്വാസമുണ്ട്. അപ്പോൾ മൂഴിയാർ ഡാമിൻ്റെ ഒരു ഷട്ടർ കഴിഞ്ഞ ദിവസം 15 സെൻറ്റിമീറ്റർ തുറന്നിട്ടുണ്ടായിരുന്നു. ആ ഷട്ടർ ഇന്നിപ്പോൾ രാവിലെ അടയ്ക്കുകയും ചെയ്തു എന്നുള്ളത് ആശ്വാസകരമാണ്. ഒപ്പം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അല്പസമയത്തിനകം ഈ പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കാൻ എത്തുമെന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ മറ്റൊരു വ്യാപാരിയുടെ കൂടെ പ്രതികരണം നമുക്ക് തേടാവുന്നതാണ്. മുമ്പേ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ഈ ചേട്ടൻ ആ കടയിലെ സാധനങ്ങളൊക്കെ പെറുക്കി മാറ്റുകയും ഇദ്ദേഹത്തിൻ്റെ മിഷനറികളൊക്കെ മാറ്റുകയും ഒക്കെ തന്നെ ചെയ്തതാണ്. അന്ന് ഇദ്ദേഹത്തിൻ്റെ പ്രതികരണം എടുത്തതാണ്. ചേട്ടാ, ഇപ്പോൾ എങ്ങനെയുണ്ട് സ്ഥിതി? വെള്ളം വളരെ സമാധാനമായിട്ട് ഇന്ന് മുതൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങാൻ പറ്റിയൊരു സാഹചര്യമുണ്ട്. പക്ഷേ വീണ്ടും രാവിലെ മഴ കാരണം ഒരു പേടി. മിഷനൊക്കെ വീണ്ടും നമ്മൾ റൺ ചെയ്യാനായിട്ടെല്ലാം ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. വർക്ക് എല്ലാം ഉണ്ട്. ടൗണിലെല്ലാം കുറച്ച് കടകളൊക്കെ തുറന്നിട്ടുണ്ട്. ഈ ഫ്രൂട്ട്സ് കടയൊക്കെ ഫുൾ കാലിയായതായിരുന്നു. ഇത് വീണ്ടും ഇന്നലെ മുതൽ അവർ പ്രവർത്തനം ആരംഭിച്ചു. ഞങ്ങൾ ഇന്നിപ്പോൾ രാവിലെ മുതൽ പ്രവർത്തിക്കാൻ തയ്യാറാകുകയാണ്. ചെറിയ മഴ തുടങ്ങിയോണ്ട് വീണ്ടും ഒരു പേടി. എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്തതുകൊണ്ട് എന്തായാലും അങ്ങനെ തന്നെയാണ് അവരുടെ ഒരു പ്രതികരണം. അങ്ങനെയാണ് ഗൗതം. എന്തായാലും മുഖ്യമന്ത്രിയുടെ സന്ദർശനം അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ വിവാദമായിരുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് പ്രളയത്തിൻ്റെ വലിയ സാഹചര്യങ്ങളിൽ പല ഭാഗങ്ങളിലും മുങ്ങി നിന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി വിരുന്നിന് പങ്കെടുത്തതൊക്കെ വലിയ രാഷ്ട്രീയ ആരോപണങ്ങളും വിമർശനങ്ങളും ഒക്കെ ആയിരുന്നതാണ്. ആ ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി പത്തനംതിട്ടയിലെ പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുവാനോ ഇവരെ ആശ്വസിപ്പിക്കാനോ ഒന്നും തന്നെ എത്തിയിരുന്നില്ല. എന്തായാലും ആ ഒരു സാഹചര്യം വിട്ടുമാറിയ സമയത്തെങ്കിലും മുഖ്യമന്ത്രി വരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ജനങ്ങൾ പറയുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ സന്ദർശനം ഏത് രീതിയിൽ പ്രതിഫലിക്കും
ആയിരിക്കും. ഇനി ഇവർക്ക് വേണ്ടത് ഇവർക്കുണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങളുടെ നഷ്ടപരിഹാരമാണ്. പ്രത്യേകിച്ച് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് വ്യാപാര സ്ഥാപനങ്ങൾ, അത് ഓണം വിപണിയൊക്കെ ലക്ഷ്യമാക്കി സാധനങ്ങൾ എടുത്തു വെച്ചിരുന്ന ആളുകളൊക്കെ, വ്യാപാരികളൊക്കെ ഉണ്ട്. വസ്ത്രശാലകൾ, മരുന്നുശാലകൾ, അതോടൊപ്പം തന്നെ ഈ പറയുന്ന മറ്റ് സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അവിടങ്ങളിലൊക്കെ ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം ഓരോ സ്ഥാപനങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. വീടുകൾ നശിച്ചു പോയിട്ടുണ്ട്. പൂർണ്ണമായിട്ടും ഭാഗികമായിട്ടുമൊക്കെ നിരവധി വീടുകൾ തകർന്നിട്ടുണ്ട്. അവർക്കൊക്കെ ഇനി നഷ്ടപരിഹാരം അടക്കമുള്ള കാര്യങ്ങൾ നൽകേണ്ടതായിട്ടുണ്ട്. ഒപ്പം ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ ഏറ്റവും അടിയന്തരമായിട്ട് ചെയ്യണം. കാരണം ആറന്മുളയിലൊക്കെ ഇപ്പോഴും വെള്ളം തുടരുകയാണ്. ആ മേഖലകളിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടങ്ങളിൽ വലിയ മാലിന്യ കൂമാരങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ശുചീകരണ പ്രവർത്തനങ്ങൾ ഏർപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഒപ്പം ക്യാമ്പുകളിൽ കഴിയുന്ന 1000-ഓളം ആളുകളുണ്ട്. നൂറുകണക്കിന് ആളുകൾ ഇപ്പോഴും ക്യാമ്പിൽ കഴിയുകയാണ്. അവരുടെ പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങളാണ് ഇനി അടിയന്തരമായിട്ട് സർക്കാർ സംവിധാനങ്ങൾ ചെയ്തു നൽകേണ്ടത്. ആ രീതിയിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഏകോപനമാണ് വരുന്ന ദിവസങ്ങളിലൊക്കെ ആയിട്ട് അടിയന്തരമായിട്ട് ചെയ്യേണ്ടത്. അതൊക്കെ എത്രമാത്രം കാര്യക്ഷമമായിട്ട് നടക്കുമെന്നുള്ളതാണ് നമ്മൾ എന്തായാലും നോക്കി കാണേണ്ടത്. എന്തായാലും വെള്ളം പല ഭാഗങ്ങളിൽ നിന്നും ഇറങ്ങി തുടങ്ങി. പക്ഷേ ആറന്മുള മേഖലയിൽ ഇപ്പോഴും വെള്ളം തുടരുന്നുണ്ട്. ഒപ്പം അപ്പർ കുട്ടനാടൻ മേഖലകളിലും വെള്ളക്കെട്ട് തുടരുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും 500-ലധികം ആളുകൾ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. ജില്ലയിൽ വിവിധ താലൂക്കുകളിലായിട്ട് 17ഓളം ദുരിതാശ്വാസ ക്യാമ്പുകളാണ് നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്നലത്തെ ആ ഒരു സാഹചര്യം, അത് ഇന്നലെ വെയിലുണ്ടായിരുന്നു, മഴ മാറി നിന്ന സാഹചര്യം ഉണ്ടായതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ആശങ്ക ഒഴിഞ്ഞു എന്ന് പറയാനായിട്ട് സാധിക്കുമായിരുന്നു രാവിലെ. പക്ഷേ ഇപ്പോൾ ഈ പെയ്യുന്ന മഴ അതിന് ഏത് രീതിയിലാണ് ആശങ്ക തീർക്കുന്നത്, ഏത് രീതിയിലാണ് പ്രതിരോധത്തിലാക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇനി നോക്കിക്കാണേണ്ടത്. മഴ വീണ്ടും ഒന്ന് ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് റാന്നിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുവാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഗതാഗതമൊക്കെ പല ഭാഗങ്ങളിലും പുനഃസ്ഥാപിക്കാനായിട്ട് സാധിച്ചു. സ്വകാര്യ ബസ് അല്ലെങ്കിൽ ബസ് ഗതാഗതം അടക്കം പൂർണ്ണമായിട്ടും താറുമാറായി കിടന്നൊരു സാഹചര്യമാണ്. പല ഭാഗങ്ങളിലേക്കും ബസ് ഗതാഗതമോ മറ്റ് സ്വകാര്യ വാഹനങ്ങളോ പോലും കൊണ്ടുചെല്ലാനാകാതെ ഒറ്റപ്പെട്ട ഒരു സാഹചര്യമായിരുന്നു. എന്തായാലും ആ അവസ്ഥയ്ക്കൊക്കെ പലയിടങ്ങളിലും മോചനമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയിൽ നിന്ന് പല പ്രദേശങ്ങളും കരകയറിയിട്ടുണ്ട്. നദികളിൽ ജലനിരപ്പ് താഴ്ന്നിട്ടുണ്ടെങ്കിൽ പോലും നദീതീരങ്ങളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം ഇപ്പോഴും നൽകിയിട്ടുണ്ട്. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്നും. എന്തായാലും ഓറഞ്ച് അലർട്ടാണ് നിലവിൽ ജില്ലയിലുള്ളത്. ഇനി ഇന്നത്തെ ഈ പകലത്തെ മഴയുടെ സാഹചര്യം കൂടി കണക്കാക്കിക്കൊണ്ടായിരിക്കും ബാക്കി തുടർ മണിക്കൂറുകളിൽ പ്രത്യേകിച്ച് വീണ്ടും ജലനിരപ്പ് ഉയരുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരു തീരുമാനമെടുക്കുകയുള്ളൂ. അതുമായി ബന്ധപ്പെട്ട ഏകോപനവും അതോടൊപ്പം തന്നെ വിവിധ ഘട്ട ചർച്ചകളുമൊക്കെ മന്ത്രിതലത്തിൽ അതോടൊപ്പം തന്നെ വിവിധ MLA-മാരുടെ തലത്തിലുമൊക്കെ തന്നെ നടക്കുന്നുണ്ട്. എന്തായാലും വലിയൊരു പ്രളയ സമാനമായിട്ടുള്ള സാഹചര്യം തന്നെയാണ് കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് പത്തനംതിട്ടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് ആശ്വാസമാകുമെന്ന് ഇന്നത്തെ പ്രഭാതത്തിൽ കണ്ടപ്പോൾ മനസ്സിലാക്കിയതാണ്. പക്ഷേ ഇപ്പോൾ ആശങ്ക ജനിപ്പിച്ചുകൊണ്ട് വീണ്ടും മഴ ആരംഭിച്ചിരിക്കുകയാണ് ഗൗതം.